എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു വളരെയധികം സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇന്ന് ഞാനൊരു ഇനോഗ്രേഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ ആണ്. മഹിമ 2024 പോപ്പപ്പ് ക്രിസ്മസ് ബസാറാണ് കേട്ടോ ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് നമ്മുടെ തിരുവനന്തപുരത്ത് കവടിയാറിൽ നിന്ന് കുറവൻകുണത്തേക്ക് പോകുന്ന വഴിയിലാണ്. സാൽവേഷൻ ആർമി ഹാളിൽ വെച്ചിട്ടായിരുന്നു ഇനോഗ്രേഷൻ. അപ്പോൾ ഇതിലേക്ക് ഇനോഗ്രേഷന് വേണ്ടി എന്നെ സജസ്റ്റ് ചെയ്തത് ശാലിൻ ചേച്ചിയാണ് എന്നെ ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്തത്. അതുപോലെ തന്നെ എൻ്റെ കൂടെയുള്ള സരസ്വതി മാമാണ് ഇതിൻ്റെ ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള ആൾ. അപ്പോൾ സരസ്വതി മാമാണ് എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നത്. ഇതുപോലൊരു പരിപാടി ഉണ്ടെന്നും ഇങ്ങനെ സീമ വന്ന് വിളക്ക് കൊളുത്തി ഇനോഗ്രേറ്റ് ചെയ്യണമെന്നും പറഞ്ഞത്. ഒരുപാട് സ്ത്രീകളുടെ കൂട്ടായ്മകൾ ചേർന്നിട്ടുള്ള ഒരു ബസാറാണ് കേട്ടോ. ഒരുപാട് ഹാൻഡ് മെയ്ഡായിട്ടുള്ള ഒരുപാട് പ്രോഡക്ട്സുകൾ ഈ ബസാറിൽ എക്സിബിഷൻ ഉണ്ട്. അത് നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ കഴിയും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ എൻ്റെ കുഞ്ഞു വീഡിയോയിൽ. ഇതുപോലെ വനിതകൾ ചേർന്നിട്ടുള്ള ഹാൻഡ് മെയ്ഡായിട്ടുള്ള ഉൽപ്പന്നങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു ബസാറാണ്. അവരുടെ വാർഷികവും കൂടിയാണ് മഹിമ 2024. അപ്പോൾ അതിലേക്കാണ് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു സീമ റെമ്യൂണറേഷൻ ഒന്നും ചോദിക്കരുത്, അതിന് വേണ്ടിയിട്ടുള്ള ഇതൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കരധികം സന്തോഷം തോന്നി. കാരണം സ്ത്രീകൾ സംരംഭ മേഖലയിലേക്ക് കടന്നു വരിക എന്ന് വെച്ചാൽ വളരെയധികം സന്തോഷമുള്ളതാണ്. പലപ്പോഴും പല ആൾക്കാർക്കും അത് കഴിയാറില്ല. വീടിനുള്ളിൽ തന്നെ ഇങ്ങനെ അവരവരുടെ ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ട് ഇങ്ങനെ കടന്നു പോകുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആക്ടിവിറ്റികൾ ചെയ്ത് സമൂഹത്തിലേക്ക് ഇറങ്ങി വരാൻ തയ്യാറാവുന്ന ആളുകളുണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഒരു പ്രചോദനമാണ് ഇങ്ങനെയുള്ള പരിപാടികൾ. അപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടമായത്. കേട്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. ഞാൻ പറഞ്ഞു സന്തോഷപൂർവ്വം ഞാനത് സ്വീകരിച്ചു. കാരണം അത് ഒരു ചെറിയ പരിപാടിയാണ്. അപ്പോൾ എന്തെങ്കിലും സീമ പ്രതീക്ഷിക്കുന്നതിലപ്പുറം ഗിഫ്റ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് സീമയ്ക്ക് തരുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ പിന്നെ ഓക്കെ പറഞ്ഞു. ഞാനങ്ങനെ എന്താ പറയുക, നമ്മുടെ ഒരു ഇവൻറ്റിൽ അങ്ങനെ ഒരു ഭാഗമാകാൻ സാധിക്കുന്നതിന് ഏറ്റവും വലിയ കാര്യമാണ്. അങ്ങനെയാണ് ഞാൻ ഈ പരിപാടിയുടെ ഭാഗമായി എത്തിച്ചേർന്നത്. വന്നപ്പോഴത്തേക്കും ഒരുപാട് ഓർഗാനിക്കായിട്ടുള്ള ഒരുപാട് പ്രോഡക്ട്സുകൾ, അതുപോലെ തന്നെ ഡ്രസ്സുകൾ, ഹാൻഡ് മെയ്ഡായിട്ടുള്ള ഒരുപാട് ഡ്രസ്സുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ പല വിവിധ പല സ്ഥലങ്ങളിലും നമ്മൾ കിട്ടാതെയുള്ള ഒരുപാട് സാധനങ്ങൾ ഈ സ്റ്റോളിലുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. 5, 6, 7 തീയതികളിലാണ്. അപ്പം 6-ാം തീയതിയാണ് ഇവിടെ ഇനോഗ്രേഷൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ 6-ാം തീയതിയാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. രാവിലെ 11 മണിയായപ്പോഴാണ് ശരിക്കും ഇനോഗ്രേഷൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ സ്റ്റോളുകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരധികം സന്തോഷം തോന്നി. കാരണം എല്ലാവരും ഭയങ്കരധികം സന്തോഷമായിട്ട് ആ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വയ്ക്കുന്നതും ആ ഒരു കണ്ടക്ട് ചെയ്യുന്നതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. മഹിമ ക്യൂറേറ്റ് ചെയ്ത സരസ്വതി വാസുദേവൻ, സരസ്വതി മാമിന്റെ മകൾ പ്രിയങ്ക ബാംഗ്ലൂരിൽ നിന്ന് തയ്യാറാക്കിയ ഒരു സ്റ്റാർ വെച്ചുകൊണ്ടാണ് സരസ്വതി മാം അകത്തോട്ട് വരുന്നത്. പ്ലീസ് വെൽക്കം. സോ ഈ മഹിമയുടെ പിന്നിലേക്കുള്ള ഒരു യാത്ര തേജസ്സിലേക്ക് 16 വർഷങ്ങൾക്ക് മുൻപ് ചാലക്കുഴി റോഡിൽ തുടങ്ങിയ തേജസ് ആണ് മഹിമ എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് എത്തുവാനായി സരസ്വതി മാമിനെ ഇടയാക്കിയത്. തേജസിന്റെ യാത്രയാണ് ഇന്ന് മഹിമ സാധ്യമാക്കിയത്. നിങ്ങളെ എല്ലാവരെയും ഒരു വാക്കിൽ സ്വാഗതം ചെയ്യുന്നതിനായി സരസ്വതി മാം പ്ലീസ്. Good morning. I just have to express my gratitude to the old and the new vendors for showing so much trust in me and have joined in Mahima 2024. I welcome each one of you. Let everybody have a roaring sale, pockets full, bags empty. That is the thing I would like to wish for every one of you. Thank you, Sham. I invite Seema Vinay and Sir. Yes.
ഗുഡ് മോർണിംഗ് എവരിവൺ. ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷം തോന്നുന്നു, ഒരുപാട് അഭിമാനം തോന്നുന്നു. മഹിമ 2024 ഈ ഒരു ഭാഗമാവാൻ, അതും ഉദ്ഘാടന രീതിയിൽ തിരികൊളുത്താൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റിയിൽ വളരെയധികം പ്രൗഡാണ്. കാരണം ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഞാൻ മുഖ്യധാരയിലേക്ക് കടന്നു വന്നൊരു വ്യക്തിയാണ്. അതുപോലെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് സ്ട്രഗിൾ ചെയ്ത് അവർക്ക് മാതൃക കാണിക്കുന്ന മറ്റുള്ള സ്ത്രീകൾക്ക് എപ്പോഴും നമ്മൾ പറയുന്നു, സ്ത്രീകൾ എപ്പോഴും വളരെയധികം ഒതുങ്ങിക്കൂടി വീട്ടിലെ കാര്യങ്ങൾ നോക്കി, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കി, അവരുടെ ഇഷ്ടങ്ങളൊക്കെ അല്ലെങ്കിൽ അവരുടെ കഴിവുകളൊക്കെ ചാലഞ്ച് പുറത്ത് കാണിക്കാൻ പറ്റുന്ന തരത്തിൽ പലപ്പോഴും നമ്മുടെ സമൂഹം അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. അതിൽ ഇപ്പോൾ ഏറെക്കുറെ മാറി തുടങ്ങിയത് ഇപ്പോഴാണ്. പല ആൾക്കാരും അവരുടെ സ്വന്തം കഴിവിൽ കോൺഫിഡൻറ്റ്, പൊതുവേ നമ്മൾ കണ്ടുവരുന്നത് മറ്റുള്ളവരെന്ത് പറയും എന്ന് കണ്ടിട്ട് നമ്മൾ മാറി നിൽക്കുന്ന ആൾക്കാരെയാണ് കണ്ടിട്ടുള്ളത്. എൻ്റെ ഐഡൻറ്റിറ്റി ഞാൻ മറ്റുള്ള ആൾക്കാരിലേക്ക് പറയുമ്പോൾ ആൾക്കാർ എന്ത് കരുതുമെന്ന് കരുതിയ ഒരു സിറ്റുവേഷൻ സമയമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഏറെക്കുറെ വളർന്ന് എൻ്റെ ഒരു മാറ്റം നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. നമുക്കൊരു കോൺഫിഡൻസ്, നമുക്കൊരു ആത്മധൈര്യം ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നതാണ് ഇതെല്ലാം. നമുക്കൊരു നിമിഷം ആ ഒരു ആത്മധൈര്യം കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യവും സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ ഓരോരുത്തരും കഴിവ് തെളിയിച്ചിട്ടുള്ളവരാണ്, കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇനിയും നമ്മൾ കടന്നു വരുന്ന പൊതുസമൂഹത്തിന് ഒരുപാട് കുട്ടികൾക്ക് മാതൃകയാകേണ്ടവരാണ്. അവർ വരുമ്പോഴത്തേക്കും വളരെയധികം ഒരു ചുവരിനുള്ളിൽ ഒതുക്കി തീർക്കേണ്ടതല്ല ഒരു സ്ത്രീയുടെയും അല്ലെങ്കിൽ ഒരു വളർന്നു വരുന്ന ഒരു കുട്ടികളുടെയും ജീവിതം എന്നുള്ളതാണ്. എല്ലാവരും വളരെ സക്സസ്ഫുൾ ആയിട്ട് അവരുടെ ടാലൻറ്റിനനുസരിച്ച് അവർക്ക് ചെയ്യാൻ സാധിക്കും, ഉറപ്പായിട്ടും ചെയ്യാൻ സാധിക്കും. ആ കഴിവുകളും ആ ഒരു മേഖലകളും നമ്മൾ എത്രത്തോളം നമ്മൾ അതിനോട് ഇഷ്ടം കൊടുക്കും. ഈ വർഷം 90th ബർത്ത്ഡേ ഈ മാസം ആഘോഷിക്കുകയാണ്. ഐ വെൽക്കം യു ടു പ്ലീസ് ആരാധന പ്ലീസ്. ആൻഡ് അങ്ങനെ ഈ ഒരു വുമണിനെ വെൽക്കം ചെയ്യുന്നതിനോടൊപ്പം ഈ ബർത്ത്ഡേയും നമ്മളിവിടെ ആഘോഷിക്കാൻ പോവും. നിങ്ങൾ കണ്ടല്ലോ അല്ലേ, 90 years ആയിട്ടും ഇന്നും രാവിലെ എണീറ്റ് സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയി സ്വിമ്മിംഗ് ഒക്കെ ചെയ്ത് ഇന്നും എംബ്രോയിഡറിയും ബേക്കിങ്ങും കുക്കിങ്ങും ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരു ഡോക്ടർ. അതും കൂടുതൽ വിശേഷണങ്ങളൊന്നും വേണ്ട. സോ ഡോക്ടർ സാറ വർഗീസ്, ഞാൻ സാറാമ്മച്ചി എന്നാണ് വിളിക്കുന്നത്. സോ പ്ലീസ്. ഇന്നലെ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് വന്നു, എങ്ങനെയുണ്ട്? സോ ഈ പ്രായം ചെന്നവരെ കാണുന്നതാണ് ഈ ചെറുപ്പക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അവിടെ വേദന ഇവിടെ വേദന എന്ന് പറഞ്ഞാൽ അവർക്കും ഗുണമില്ല, എനിക്കും ഗുണമില്ല. സോ ഐ സെഡ്, ഓ ഐ ആം ഗുഡ്. സ്വിമ്മിങ്ങൊക്കെ എങ്ങനെയുണ്ട്? ഓ അതും പോകുന്നുണ്ട്. So that was the conversation. And I feel so honored. Happy birthday. Happy birthday to you. Happy birthday dear son. Happy birthday to you. Happy birthday dear son. Happy birthday to you. ഈ വുമണിന് ഞങ്ങളുടെ ചെറിയ ഉപഹാരം കൊടുക്കുവാനായി സാറാ മാമിന്റെ സ്റ്റുഡന്റും സാറാ മാമിന്റെ രാജഗോപാൽ സാറിനെയും അതുപോലെ തന്നെ സാറാ മാമിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തും സരസ്വതി മാമിനെ ഒരുമിച്ച് ക്ഷണിച്ചു കൊള്ളുന്നു. പ്ലീസ്.
പിന്നെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത ഗസ്റ്റുകൾക്കെല്ലാം ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. ശാലൻ ചേച്ചിക്ക് ഞാനാണ് ഗിഫ്റ്റ് കൊടുത്തത്. ചേച്ചിക്ക് വളരെയധികം സന്തോഷമായി ഞാൻ ഗിഫ്റ്റ് കൊടുത്തപ്പോൾ. ചേച്ചി പറയായിരുന്നു ഇത് ഫോട്ടോ എന്തായാലും ചേച്ചിക്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവിടെ ഫോട്ടോഗ്രാഫേഴ്സിനോടൊക്കെ പറയുന്നുണ്ടായിരുന്നു. ദെൻ അനദർ എനിക്ക് പുള്ളിക്കാരി ആരാന്നറിയില്ല, പുള്ളിക്കാരിക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് വന്നു. പക്ഷേ പുള്ളിക്കാരി എന്നെ മൈൻഡ് ചെയ്തതേ ഇല്ല. എൻ്റെ നിന്ന് ഗിഫ്റ്റ് വാങ്ങുമ്പം പോലും അപ്പുറത്ത് സാറ മാമിനെ നോക്കിക്കൊണ്ടാണ് വാങ്ങിയത്. എന്നെ മൈൻഡ് ചെയ്തില്ല. എനിക്കതിൽ വലിയ ഇതൊന്നുമില്ല, കാരണം പുള്ളിക്കാരിക്ക് ഒരു ഇഷ്ടക്കുറവായിരിക്കും ഞാൻ കൊടുത്തിട്ടുണ്ടാവുന്നത്. ബാക്കി എല്ലാവരും ഹാപ്പി ആയിരുന്നു. നമ്മളെല്ലാ ആൾക്കാരെയും എല്ലായ്പ്പോഴും തൃപ്തിപ്പെടുത്തി നമുക്ക് ആർക്കും ജീവിക്കാൻ പറ്റില്ല. അവർക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു ഇഷ്ടക്കുറവ് തോന്നിയിട്ടുണ്ടായിരിക്കാം. ബാക്കി ആർക്കും ഞാൻ അങ്ങനെ കണ്ടില്ല. ഞാൻ അവിടെ എടുത്തപ്പോൾ ഒരുപാട് ആൾക്കാരെ കണ്ടു, ഒരുപാട് ആൾക്കാർ വന്ന് പരിചയപ്പെട്ടു, ഒരുപാട് ആൾക്കാർ വന്ന് സംസാരിച്ചു. In my heart, there's a thank you wheel, a turning in my heart. Thank you. He's coming. എല്ലാ സ്റ്റോറുകളും കിണ്ണം എന്നുള്ളതല്ല, എല്ലാവരും ഞാൻ പറയാം. അങ്ങേരാ മൈക്ക് കൊടുത്തോണ്ട് നിൽക്കുന്നത്, എനിക്കിപ്പോൾ പോകാൻ വയ്യ. ഇവിടെ ചക്കരയിൽ ഞങ്ങളുടെ ഒരു സ്റ്റാർ വാങ്ങിച്ച് അവിടെ ഒരു സ്റ്റാറിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. നമുക്ക് 50 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റാർസാണ്. നമുക്ക് എത്ര സ്റ്റാർ വേണമെങ്കിലും നമുക്ക് അവിടെ നിന്ന് വാങ്ങാം. ആ സ്റ്റാർ വാങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എമൗണ്ട് പാലിയേറ്റ് കെയറിലേക്കാണ് അവർ ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മുടെ കഴിയുന്ന കോൺട്രിബ്യൂഷനാണ്. അപ്പോൾ എന്നോടൊരു സ്റ്റാർ വാങ്ങാൻ പറഞ്ഞു. ഞാൻ 10 സ്റ്റാർ അവിടെ നിന്ന് വാങ്ങി. അപ്പോൾ എന്നോട് ഏത് കളറ് സ്റ്റാർ വേണമെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് വൈറ്റ് മതി എന്ന് പറഞ്ഞു. വൈറ്റ് സ്റ്റാറാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയ സഹായം അത്ര തന്നെ. അതിപ്പോൾ നമ്മൾ അറിയാമല്ലോ, നമുക്ക് എവിടെയാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഒരു ഇതെന്ന് പറയുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന, ഇപ്പോൾ ഒരാൾക്കൊരു 10 രൂപയാണെങ്കിൽ 10 രൂപ, അല്ലെങ്കിൽ 100 രൂപയാണെങ്കിൽ 100 രൂപ, നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഞാൻ എല്ലാവരുടെയും സ്റ്റാൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയി. സ്റ്റാർട്ടിങ് പോയിന്റിൽ പോയിട്ട് അവിടെ നിന്ന് തന്നെ ഇങ്ങോട്ട് സ്റ്റാളുകൾ നോക്കുമ്പോഴത്തേക്കും എല്ലാം നമുക്ക് എന്താ പറയുക, ആവശ്യമുള്ള സാധനങ്ങളാണ്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് വേണമെന്ന് തോന്നിയ 2-3 സാധനങ്ങൾ ഞാൻ അവിടെ നിന്ന് പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ആൾക്കാർ എനിക്കിങ്ങനെ ഗിഫ്റ്റായിട്ട് അവരെ സ്റ്റാൾ വിസിറ്റ് ചെയ്തപ്പോഴത്തേക്കും ചെറിയ ചെറിയ സാധനങ്ങൾ ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കരധികം സന്തോഷമുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പേര് ഇങ്ങനെ കാണാറുണ്ട്, എല്ലാം വാച്ച് ചെയ്യുന്നവർ, ഫോളോ ചെയ്യുന്നവർ ഒക്കെ വന്നിട്ട് ഫോട്ടോ എടുക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്ത് എനിക്ക് ഭയങ്കരധികം സന്തോഷമുണ്ടായിരുന്നു. അവരുടെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ തന്നു. അവരുടെ പ്രൊഡക്ട്സിനെ കുറിച്ച് ഇങ്ങനെയൊക്കെയാണ്. പിന്നെ കൂടുതലുമുള്ള സാധനങ്ങൾ ഞാൻ നോക്കിയപ്പോൾ എല്ലാം ഹാൻഡ് മെയ്ഡായിട്ടുള്ള സാധനങ്ങളാണ് കംപ്ലീറ്റ് ഉള്ളത്. നമുക്ക് ഇഷ്ടമാവുന്ന സാധനങ്ങളാണ്. കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സാധനങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്കിങ്ങനെ എല്ലാം ഒന്നും നമുക്ക് വാങ്ങാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും എന്നാലും കുറച്ച് സാധനങ്ങളൊക്കെ ഞാനവിടെ നിന്ന് പിക്ക് ചെയ്തു. പിന്നെ സാരികളും അതുപോലെ തന്നെ സൽവാർസും ഒക്കെ കാണുമ്പോൾ ഒരു ക്രേസ് ഉണ്ടാവും. കാരണം എനിക്ക് സാരികൾ അറിയാമല്ലോ, വളരെയധികം ഇഷ്ടമാണ്, ഉടുക്കാൻ ഇഷ്ടമാണ്. ഇങ്ങനെ കയ്യിലില്ലാത്ത ഡിഫറെൻ്റ് ഓഫ് കളേഴ്സ് സാരികളൊക്കെ കാണുമ്പോഴത്തേക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഹോം മെയ്ഡ് പിക്കിൾസുകൾ, പിന്നെ അച്ചാർ പൊടികൾ, അതുപോലെ തന്നെ ചമ്മന്തി പൊടികൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ട്. നോർമലി ഞാനിങ്ങനെ ഒരുപാട് ഇങ്ങനെ അച്ചാർ കഴിക്കുന്ന ആളല്ല. കുറച്ച് അച്ചാർ ചിലപ്പോൾ നമ്മൾ ഹോം മെയ്ഡാണെന്ന് പറഞ്ഞാലും ചില ആൾക്കാർ വിനെഗർ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ കൂടുതലും നമ്മൾ വിനെഗർ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മളെ ബോഡിയെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ പുറത്തുനിന്ന് അങ്ങനെ ഒരുപാട് ഇങ്ങനെ അച്ചാർ വാങ്ങിയും കഴിക്കുകയും ചെയ്തില്ല. ഇത് നീതു വന്ന് നീതുവിൻ്റെ പ്രൊഡക്ട്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ നീതു പറയാണ് അവിടെ ഒരു സാധനത്തിൽ എൻ്റെ പേര് എഴുതിയിട്ടുണ്ട്, അതെന്താണെന്ന് കണ്ടുപിടിക്കാവുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു ക്ലോക്കിൽ സീമ വിനീത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നീതു വർക്ക് ചെയ്തൊക്കെയാണ് കംപ്ലീറ്റ് അവിടെയുള്ള സാധനങ്ങൾ. അപ്പോൾ അത് നല്ല വളരെ ഒരു സീയുടെ ഒരു ഇത് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് ആ ഒരു കടൽ തീരവും ഒക്കെ വെച്ചിട്ട് ആ ചിപ്പികളും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലോക്കാണ്. അപ്പോൾ നീതു വർക്ക് ചെയ്ത
ഓരോ സാധനങ്ങളിങ്ങനെ പരിചയപ്പെടുത്തി തന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അത് ചിലപ്പോൾ അവരങ്ങനെ ഇതാക്കി ചെയ്തതായിരിക്കും, അങ്ങനെ ഒരു പേര് ചിലപ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ വരുന്നെന്ന് അറിഞ്ഞ് ചെയ്തതാണെന്ന് എനിക്ക് ഒരിക്കലും അറിഞ്ഞില്ല. അപ്പോഴാണ് നീതു പറഞ്ഞത് അത് എനിക്ക് വേണ്ടി ചെയ്തു വെച്ചതാണെന്ന്. എനിക്ക് ഭയങ്കരധികം സന്തോഷമായി. സോ നീതു അതെനിക്ക് ഗിഫ്റ്റായിട്ട് തന്നു. ഞാനപ്പോൾ അത് ഞാനൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സാധനമാണ്, എൻ്റെ പേര് മെൻഷൻ ചെയ്തിട്ടുള്ള ആ ഒരു സാധനം. അപ്പം എനിക്കത് നീതു തന്നപ്പോഴത്തേക്ക് എനിക്ക് അതിനേക്കാൾ ഭയങ്കര സന്തോഷമായി. കല്യാണം ഇനിയിപ്പോൾ വരുന്നത് Gracias.
ഞാൻ പറഞ്ഞപ്പോഴേക്കും ചോദിച്ചിട്ട്